ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 12ാമത്തെ ദശകം നോക്കാം. വരാഹാവതാരം. ഒന്നാമത്തെ ശ്ലോകം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. പദമുറിച്ച് പറയാം. സ്വയംഭുവഃ മനുഃ അഥ ജനസർഗശീലഃ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രിസേവ തുഷ്ടാശയം മുനിജനൈഃ സഹ സത്യലോകേ. അഥ അതിനുശേഷം ജനസർഗശീലഃ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്വയംഭുവ മനു മഹീം അസമയേ ഭൂമിയെ അവസരോചിതമല്ലാത്ത വിധത്തിൽ അസമയത്ത് സലിലെ ജലത്തിൽ നിമഗ്നാം ദൃഷ്ട്വാ മുങ്ങിപ്പോയതായി കണ്ടിട്ട് മുനിജനൈഹി സഹ മഹർഷിമാരോട് കൂടിയിട്ട് സത്യലോകത്തിലിരിക്കുന്ന ഭവത് അംഘ്രിസേവ അങ്ങയുടെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിക്കുന്നതുകൊണ്ട് തുഷ്ട ആശയം സന്തുഷ്ട ഹൃദയനും ആയ സ്രഷ്ടാവിനെ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്വരൂപം രണ്ടായി ഭവിച്ച സമയത്ത് സ്വയംഭൂമനുവും ശതരൂപയും ബ്രഹ്മാവിൽ നിന്ന് ഒരേ സമയത്ത് ജനിച്ചു. ആ ബ്രഹ്മാവിൻ്റെ ആജ്ഞയാൽ സൃഷ്ടി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സർവഭൂതങ്ങളുടെയും വാസസ്ഥാനമായ ഭൂമി ജലത്തിൽ മുങ്ങിയിരിക്കുന്നതായിട്ടാണ് സ്വയംഭുവമനു കാണുന്നത്. ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയതായി കണ്ടിട്ട് മനു സത്യലോകത്തിൽ വസിക്കുന്ന ബ്രഹ്മാവിനോട് സർവഭൂതങ്ങളുടെയും വാസസ്ഥാനമായ ഭൂമി ജലത്തിൽ മുങ്ങിക്കിടക്കുന്നു, അതുകൊണ്ട് അങ്ങയുടെ ആജ്ഞാനുസരണം ഞാൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്കും എനിക്കും ഇരിക്കാനുള്ള സ്ഥലം കൽപ്പിച്ചു തരണം. ഭൂമിയുടെ ഉന്നമനത്തിന് വേണ്ടതെല്ലാം ചെയ്താലും എന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. അടുത്തത് 2ാമത്തെ ശ്ലോകം. കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം വ്യജിന്തീത്. പദമുറിച്ച് പറയാം. കഷ്ടം പ്രജാഹ സൃജതി മയി അവനിർനിമഗ്ന സ്ഥാനം സരോജ ഭവ കൽപ്പയ തത് പ്രജാനാം ഇത്യേവമേഷ കഥിതഃ മനുനാ സ്വയംഭൂഃ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യജിന്തീത്. ഹേ അംഭോരുഹാക്ഷ താമരക്കണ്ണ, ഏഷ ഈ ബ്രഹ്മാവ് സ്വയംഭൂഃ സ്വയംഭൂവ മനുവിനാൽ സരോജഭവ ബ്രഹ്മദേവ മയി പ്രജാഹ സൃജതി ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനി ഭൂമി നിമഗ്നാഹ മുങ്ങിപ്പോയിരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. കഷ്ടം അതുകൊണ്ട് പ്രജാനാം പ്രജകൾക്ക് സ്ഥാനം എന്ന് പറയുമ്പോൾ വാസസ്ഥാനം, വസിക്കാനുള്ള സ്ഥലം കൽപ്പിച്ചാലും ഇപ്രകാരം കഥിതഃ പറയപ്പെട്ടവനായിട്ട് ഭഗവാനെ തവ പാദയുഗളങ്ങളെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ വ്യജിന്തീത് ധ്യാനിച്ചു, നല്ലതുപോലെ ധ്യാനിച്ചു. മനു പറയുന്നത് കേട്ട് ബ്രഹ്മാവ് ഇനി എങ്ങനെയാണ് രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിക്കുന്നത് എന്ന് കുറേ നേരം ചിന്തിച്ചു. എത്ര ചിന്തിച്ചിട്ടും അതിനുള്ള ഉപായം കണ്ടെത്താനായില്ല. അങ്ങനെ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. ഇനി 3ാമത്തെ ശ്ലോകം. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദദ്യാപി
മജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. പദമുറിച്ച് പറയാം. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദ് അദ്യാപി മജ്ജതി മഹി കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവഃ ശിശുകോലരൂപീ. വിഭോ ഹാ ഹാ ഭഗവാനെ കഷ്ടം. അഹം ഞാൻ പുരസ്താത് ആദ്യമേ തന്നെ ജലം എന്ന് പറയുമ്പോൾ കാരണ ജലം ന്യപിബം കുടിച്ച് വറ്റിച്ചതാണ്. അദ്യ ഇപ്പോഴും മഹി ഭൂമി മജ്ജതി മുങ്ങിയിരിക്കുന്നു. അഹം കിം കരോമി ഞാനിനി എന്താണ് ചെയ്യേണ്ടത്. ഇത്തം ഇപ്രകാരം ഭഗവാനെ ത്വത് അംഘ്രിയുഗളം അവിടുത്തെ തൃപ്പാദങ്ങളെ ശരണം യതഃ ശരണം പ്രാപിക്കുന്ന അസ്യ ബ്രഹ്മാവിൻ്റെ നാസാപുടാത് നാസാദ്വാരത്തിൽ നിന്ന് ശിശുകോലരൂപി ഒരു പന്നിക്കുട്ടിയുടെ രൂപത്തിൽ സമഭവഃ ഭഗവാൻ അവതരിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഞാൻ നേരത്തെ തന്നെ കാരണജലം മുഴുവനും കുടിച്ചു വറ്റിച്ചതാണ്. ഇപ്പോൾ ദാ വീണ്ടും ഭൂമി ജലത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ദൃഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് പെരുവിരലോളം വലിപ്പമുള്ള ഒരു ചെറിയ വരാഹമായിട്ട് ഭഗവാൻ അവതരിച്ചു. അപ്പോൾ ഏത് പ്രശ്നങ്ങളും സ്വയം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ അത് ഭക്തിപൂർവ്വം ഭഗവാനെ ഏൽപ്പിക്കുക. പരിഹാരം അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഇനി 4-ാമത്തെ ശ്ലോകം. അങ്കുഷ്ഠമാത്രവപുരുത്പതിത പുരസ്താദ് ഭൂയോധ കുംഭിസദൃശ സമജൃംഭധാസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർവിസ്മേരതാം വിധിരഗാദ് സഹ സൂനുഭിസ്വൈഃ. പദമുറിച്ച് പറയാം. അങ്കുഷ്ടമാത്ര വപുഃ ഉത്പതിതഃ അങ്കുഷ്ടമാത്രവപുരുത്പതിതഃ പുരസ്താദ് ഭൂയഃ അഥ ഭൂയോധ കുംഭിസദൃശഃ സമജൃംഭധാസ്ത്വം അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈഃ വിസ്മേരതാം വിധിരഗാദ് സഹ സൂനുഭിഃ സ്വൈഃ. ത്വം അവിടുന്ന് പുരസ്താദ് ആദ്യം അങ്കുഷ്ടമാത്ര വപുഃ ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിൽ ഉത്പതിതഃ പുറത്ത് ചാടി അഥ പിന്നീട് ഭൂയഃ വീണ്ടും കുംഭിസദൃശഃ ആനയ്ക്ക് തുല്യനായി ആനയുടെ വലിപ്പത്തിൽ സമജൃംഭധാഃ വളർന്നു. വിധിഃ ബ്രഹ്മാവ് അഭ്രേ ആകാശത്തിലെ തഥാവിധം അതുപോലെ ഉച്ചൈഃ ഭവന്തം ഉന്നത ശരീരനായ ഭവന്തം അങ്ങയെ ഉദീക്ഷ്യ കണ്ടിട്ട് സ്വൈഃ തൻ്റെ സൂനുഭിഃ പുത്രന്മാരോടൊപ്പം തന്നെ മരീചി മുതലായ ബ്രാഹ്മണരോടും സനൽകുമാരൻ മുതലായ മഹർഷിമാരോടും മനുവിനോടും കൂടിയിട്ട് ആ സുഗരസ്വരൂപത്തെ നോക്കിയിട്ട് വിസ്മയത്തോടെ നിന്നു. അപ്പോൾ ബ്രഹ്മാവ് രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ഭഗവാൻ ആദ്യം ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിൽ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. പിന്നീട് ആനയുടെ വലിപ്പത്തിലേക്ക് വളർന്നു. ഇത് കണ്ട ബ്രഹ്മാവ് മരീചി മുതലായ തൻ്റെ പുത്രന്മാരോട് കൂടിയിട്ട് ആ സൂകര രൂപത്തെ തന്നെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. കോസൗവചിന്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. പദമുറിച്ച് പറയാം. കഹ അസൗ അചിന്യമഹിമ കോസാവചിന്യമഹിമ കിടിരുത്ഥിതോ മേ
നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിത ഘോരം. മേ നാസാപുടാത് ഉത്ഥിതഃ, എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നുണ്ടായ അചിന്ത്യ മഹിമ, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മഹിമയോടുകൂടിയ അസൗ കിടിഹി കഹ, ഈ വരാഹം ആരാണ്? അജിതൻ്റെ വിഷ്ണു ഭഗവാന്റെ മായാ ഭവേത് കിമു, മായയായിരിക്കുമോ? ധാതരി ബ്രഹ്മാവ് ഇത്തം വിചിന്തയതി, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദ്യ പെട്ടെന്ന് ശൈലമാത്രഃ ഭവൻ, കുന്നിൻ്റെ വലുപ്പത്തിലായിട്ട് ഘോരം അതിഘോരമായിട്ട് ജഗർജിത കില, ഗർജിച്ചുവല്ലോ. ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നുണ്ടായ ഈ വരാഹം ആരാണ്? ഇത് വിഷ്ണുവിൻ്റെ മായയായിരിക്കുമോ? ഇങ്ങനെയെല്ലാം ബ്രഹ്മാവും പുത്രന്മാരായ മരീചി തുടങ്ങിയവരും ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഭൂമിയെ ഉദ്ധരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഭഗവാൻ പെട്ടെന്ന് ഒരു പർവ്വതത്തെ പോലെ വലുതായിട്ട് അതിഘോരമായിട്ട് ഗർജിച്ചു എന്ന് പറയാണ്. അടുത്തത് 6ാമത്തെ ശ്ലോകം. തം തേ നിനാദമുപകർണ്യ ജനസ്തബസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തസ്തോത്ര ഹർഷുലമനാഃ പരിണദ്യ ഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. പദമുറിച്ച് പറയാം. തം തേ നിനാദം ഉപകർണ്യ ജനസ്തപസ്താഃ സത്യസ്ഥിതാഃ ച മുനയഃ നുനുവുഃ ഭവന്തം, മുനയോ നുനുവുർഭവന്തം തത് സ്തോത്ര ഹർഷുലമനാഃ പരിണദ്യ ഭൂയസ്തോയാശയം വിപുലമൂർത്തിഃ അവാതരഃ ത്വം, വിപുലമൂർത്തിരവാതരസ്ത്വം. ജനസ്തപസ്ഥാഹ, ജനലോകത്തിലും തപോലോകത്തിലും താമസിക്കുന്നവരും, സത്യസ്ഥിതാഹ ച, സത്യലോക നിവാസികളുമായ മുനയഃ, മുനിമാര്, തേ അങ്ങയുടെ ഭഗവാന്റെ നിനാദം ഗർജനത്തെ ഉപകർണ്യ കേട്ടിട്ട് ഭവന്തം അങ്ങയെ നുനുവുഹു സ്തുതിച്ചു, ത്വം അവിടുന്ന്, തത് സ്തോത്ര ഹർഷുലമനാഹ ആ സ്തോത്രത്താൽ ഹർഷുലമനാഹ പ്രസന്നഹൃദയനായിട്ട് ഭൂയഃ വീണ്ടും പരിണദ്യ ഉറക്കെ ഗർജിച്ചുകൊണ്ട് വിപുലമൂർത്തി വലിയ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് തോയാശയം സമുദ്രത്തിലേക്ക് അവാതരഃ കുതിച്ച് ചാടി. അപ്പോൾ ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും താമസിക്കുന്ന മഹർഷിമാര് ഭഗവാന്റെ ആ ഘോരമായ ഗർജനത്തെ കേട്ടിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതി കേട്ടിട്ട് വളരെയധികം സന്തോഷിച്ച ഭഗവാൻ ഒന്നുകൂടി ഉറക്കെ ഗർജിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. ഇനി 7ാമത്തെ ശ്ലോകം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രതീർണ ജലതഃ പരിഘൂർണദക്ഷ്ണ സ്തോത്രൂന്മുനീൻ ശിശിരയന്നവതേരിധത്വം. പദമുറിച്ച് പറയാം. ഊർധ്വ പ്രസാരി പരിധൂമ്ര വിധൂത രോമ പ്രോക്ഷിപ്ത വാലധിരവാങ്മുഖ ഘോരഘോണഃ തൂർണ പ്രതീർണ ജലതഃ പരിഘൂർണ ദക്ഷ്ണ സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിധ ത്വം. ത്വം അവിടുന്ന് ഊർധ്വപ്രസാരി എഴുന്നേറ്റു നിന്ന പരിധൂമ്ര ചെമ്പിച്ച വിധൂത രോമ ഇളകുന്ന രോമങ്ങളോടുകൂടിയവനും പ്രോക്ഷിപ്ത ഉയർത്തിപ്പിടിച്ച വാലധി വാലോടുകൂടിയവനും അവാങ്മുഖ താഴ്ത്തിപ്പിടിച്ച ഘോരഘോണ ഭയങ്കര നാസികയോടുകൂടിയവനും
തൂർണം പെട്ടെന്ന് തന്നെ, പ്രതീർണ കഷ്ണങ്ങളാക്കിയ, ജലദഹ മേഘം, മേഘങ്ങളൊക്കെ 4 ഭാഗത്തേക്കും പരന്നു എന്നർത്ഥം. സ്തോത്രൂൻ മുനീൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മുനിമാരെ, പരിപൂർണ ദക്ഷ്ണ വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട്, ശിശിരയൻ കുളിർമയെ പ്രദാനം ചെയ്തുകൊണ്ട്, മുനിമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട്, അവതേരിത ഇറങ്ങി, ജലാശയത്തിലേക്ക് ഇറങ്ങി. ആ സമയത്ത് ഭഗവാൻ എഴുന്നേറ്റ് നിന്ന ഇളകിക്കൊണ്ടിരിക്കുന്ന ചെമ്പിച്ച രോമങ്ങളോടുകൂടിയതും ഉയർത്തിപ്പിടിച്ച വാലോടുകൂടിയതും അതുപോലെ തന്നെ താഴ്ത്തിപ്പിടിച്ച ഭയങ്കര നാസികയോടുകൂടിയതുമായ, അതുപോലെ 4 ഭാഗത്തേക്കും പരന്നു കിടന്ന മേഘങ്ങളോടുകൂടി അങ്ങനെ ആയിട്ട് വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് മുനിമാരെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ട് ജലാശയത്തിലേക്ക് ഇറങ്ങി. അടുത്തത് 8ാമത്തെ ശ്ലോകം. അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. പദമുറിച്ച് പറയാം. അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷ ഊർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം. ത്വം അവിടുന്ന്, തദനു അനന്തരം, സങ്കുല നക്രചക്രം പരിഭ്രമിച്ച് പായുന്ന മുതലക്കൂട്ടത്തോടും, ഭ്രാമ്യത്തിമിംഗലകുലം ഭയന്ന തിമിംഗലക്കൂട്ടത്തോടും, കലുഷോർമിമാലാം ഇളകിമറിയുന്ന തിരമാലകളോടും കൂടിയ അന്തർജലം ജലമധ്യത്തിലേക്ക് ആവിശ്യ ഇറങ്ങിച്ചെന്നിട്ട്, ഭീഷണരവേണ ഭയങ്കരമായ ഗർജനം കൊണ്ട്, രസാതലത്തിൽ വസിക്കുന്നവരെയെല്ലാം എന്ന് പറയുമ്പോൾ പാതാളവാസികളെ, ആകമ്പയൻ വിറപ്പിച്ചുകൊണ്ട്, വസുമതീം ഭൂമിയെ, അഗവേഷയ അന്വേഷിച്ചു. അപ്പോൾ ഇവിടെ ജലത്തിലേക്ക് എടുത്തു ചാടിയിട്ട് ഭഗവാൻ ഭൂമിയെ അന്വേഷിക്കുകയാണ്. വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ അവിടെയുള്ള ജലജീവികളൊക്കെ തന്നെ ആകെ പരിഭ്രമിച്ചു എന്നാണ്. പരിഭ്രമിച്ച് പായുന്ന മുതലക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഭയന്ന തിമിംഗലങ്ങളുടെ കൂട്ടങ്ങളും ഒക്കെയുള്ള ഇളകിമറിയുന്ന തിരമാലകളോടുകൂടിയ ആ ജലമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ രസാതലത്തിൽ വസിക്കുന്ന ജീവജാലങ്ങളെയെല്ലാം വിറപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഭൂമിയെ അന്വേഷിക്കുകയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഛടിതി കൂടകിടിർവിഭോ ത്വം ആബാധുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദധാസലീലം. പദമുറിച്ച് പറയാം. ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഛടിതി കൂടകിടിർവിഭോ ത്വം ആബാധുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അദധാഹ സലീലം. ഹേ വിഭോ ഗുരുവായൂരപ്പ, കൂടകിടിഹി വരാഹമൂർത്തിയായ ത്വം അവിടുന്ന്, അധ പിന്നീട്, ദൈത്യഹതകേന അധമനായ അസുരനാൽ, രസാതല അന്തേ പാതാളത്തിൻ്റെ അടിയിൽ, സംവേശിതാം വിന്യസിക്കപ്പെട്ട, വസുധാം ഭൂമിയെ, ദൃഷ്ട കണ്ടിട്ട്, ഛടിതി പെട്ടെന്ന്, ആപാതുകാൻ പാഞ്ഞെത്തിയ, സുരാരിഖേടാൻ ദുഷ്ടരായ അസുരന്മാരെ, അവിഗണയ്യ കണക്കിലെടുക്കാതെ, സലീലം ഒരു കളിയായിട്ട്, ദംഷ്ട്ര അങ്കുരേണ തേറ്റയുടെ അറ്റം കൊണ്ട്, അദധാഹ പൊക്കിയെടുത്തു. ഹിരണ്യാക്ഷൻ രസാതലത്തിൻ്റെ ഏറ്റവും അടിയിൽ കൊണ്ടുവച്ചിരുന്ന ഭൂമിദേവിയെ വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാൻ തടയാനായിട്ട് അവിടേക്ക് ഓടിയെത്തിയ അസുരന്മാരെ ഒന്നും കണക്കാക്കാതെ തന്നെ തൻ്റെ തേറ്റ കൊണ്ട് ഒരു ലീലയായിട്ട്, ഒരു കളിയായിട്ട് ഭൂമിദേവിയെ പൊക്കിയെടുത്തു എന്ന് മേൽപ്പത്തൂർ പറയാണ്. ഇനി 10ാമത്തെ ശ്ലോകം.
അഭ്യുദ്ധരന്നധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാ ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. പദമുറിച്ച് പറയാം. അഭ്യുദ്ധരൻ അഥ ധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവ അധിക പീവരാത്മാ ഉദ്ധൂതഘോര സലിലാത് ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. ഹേ ക്രീഡാവരാഹവപുഃ, ക്രീഡാവരാഹമൂർത്തിയായ ഭഗവാനെ, അഥ അതിനുശേഷം, ധരാം ഭൂമിയെ, അഭ്യുദ്ധരൻ ഉദ്ധരിക്കാനായിട്ട്, ദശന അഗ്രലഗ്ന മുസ്ത അങ്കുര അങ്കിത തേറ്റയുടെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മുത്തങ്ങയോടുകൂടിയവനാണോ എന്നതുപോലെ, ഇവ പോലെ, അധിക പീവരാത്മാ തടിച്ച ദേഹത്തോടു കൂടിയവനായിട്ട്, ഉദ്ധൂതഘോര ഭയങ്കരമായിട്ട് ഇളകി മറിയുന്ന, സലിലാത് ജലത്തോടു കൂടിയ, ജലദേഹേ സമുദ്രത്തിൽ നിന്ന്, ഉദഞ്ചൻ ത്വം ഭഗവാനെ ഉയർന്നു വന്ന അവിടുന്ന്, രോഗാത് പാഹി രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ, മാം പാഹി എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഭൂമിയെ ഭഗവാൻ തൻ്റെ തേറ്റമേൽ വെച്ച് വരുന്നത് കണ്ടപ്പോൾ കാട്ടുപന്നികൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തങ്ങ കൊമ്പുകൊണ്ട്, പന്നികളുടെ കൊമ്പുകൊണ്ട് കുത്തുന്ന സമയത്ത് പന്നിയുടെ കൊമ്പിൽ മുത്തങ്ങ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ പന്നിയുടെ കൊമ്പിൽ കുടുങ്ങിയിരിക്കുന്ന മുത്തങ്ങയെപ്പോലെ ഭഗവാൻ ഭൂമിദേവിയെ ലീലയായിട്ട് തൻ്റെ തേറ്റമേലെടുത്ത് സമുദ്രത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ, രോഗം കൊണ്ടുണ്ടായ ശോകസമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന എന്നെയും അതുപോലെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 12ാമത്തെ ദശകം മേൽപ്പത്തൂർ ഭഗവാന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.